ഹലോ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഇതാണ് കേട്ടോ വിഷ് കെയറിൻ്റെ സെറമൈഡ് ലിപ് ബാം, ടിൻറ്റഡ് ലിപ് ബാമാണ്. എല്ലാവർക്കും അറിയുന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. നിയാസിനമൈഡും SPF 50 PA+++ ഒക്കെ ഉണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര ബാക്കിയുള്ളൂ കേട്ടോ അതിൽ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇത് വാങ്ങിയ ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇത് 2 ദിവസമൊക്കെ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ട്, എന്തോ പിങ്ക് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ചുണ്ട് ചെറിയ ലൈറ്റനിങ് ആയ പോലെ, പിഗ്മെൻറ്റേഷനൊക്കെ പോയ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ടിൻറ്റഡാണ് ചുണ്ടിൽ കാണുന്നത്. അങ്ങനെ പിന്നെ ഒരു ദിവസം നമ്മളിത് യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് അതിൻ്റെ ശേഷം പിറ്റേ നമ്മൾ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ചുണ്ട് ആദ്യമുള്ളതിനേക്കാളും ഡാർക്കായി പോവുകയാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഫീൽ ആയിക്കണമെന്നറിയില്ല, എനിക്കുണ്ടായതാണ് അങ്ങനെ കേട്ടോ. നമ്മുടെ ചുണ്ട് കൂടുതൽ ഡാർക്കായി പോണ്. പ്രത്യേകിച്ച് ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാർക്ക് ചുണ്ട് അധികം കളർ ഉണ്ടാവില്ല. ജന്മന ബ്രൗൺ കളർ ആയിട്ടുള്ള ചുണ്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവർക്ക് പറ്റിയ പ്രൊഡക്റ്റേ അല്ലത്. പിങ്ക് കളറുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രൗൺ കളർ ചുണ്ടുള്ളവർക്ക് ഇത് തീരെ ചേരുന്നില്ല. വീണ്ടും പിഗ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വാങ്ങുമ്പോൾ ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇടാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും എന്താ സംഭവിക്കുന്നതെന്നുള്ള. അപ്പോൾ ഇത് പ്രൊമോഷനായിട്ടും ഒരു പ്രൊഡക്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമില്ല. എനിക്ക് ജെന്യൂനായിട്ട് ഫീൽ ചെയ്തത് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.